സമയം കുറവാണ്. ഉള്ള സമയത്ത് നമുക്കൊരു ചെറിയ വീഡിയോ പിടിക്കാം. ഇവിടെ ഇപ്പോൾ മഴയാണ്, നല്ല മഴ. പുറത്ത് നിങ്ങൾ കേൾക്കുന്ന മഴയുടെ സൗണ്ടാണ്. പിന്നെ ഇരുളുമുണ്ട്, മഴ ഇരുള്. അപ്പോൾ നമുക്കൊന്ന് ചിന്തിക്കേണ്ടത് നമ്മുടെ പൂർവ്വികരെ കുറിച്ചാണ്. അവർ വളരെ ആഗ്രഹത്തോടും മോഹത്തോടും ആകാംക്ഷയോടും കൂടി അവർ ഓരോന്നും സമ്പാദിച്ചു വെച്ചു. അവർക്ക് അനുഭവിക്കാൻ കഴിഞ്ഞില്ല. അവരറിയുന്നുമില്ല അവർ സമ്പാദിച്ച് എന്ത് ചെയ്തു, എങ്ങോട്ട് പോയി, ആരുപയോഗിക്കുന്നു ഒന്നും അറിയുന്നില്ല. അവർ മരിച്ചു, മണ്ണായി മാറിപ്പോയി. ഇങ്ങനെ നമ്മുടെ പൂർവ്വികർ ഒരു 4 തലമുറ അങ്ങോട്ട് എടുത്തു നോക്കി. നമ്മുടെ അച്ഛൻ അമ്മ, അവരുടെ അച്ഛൻ അമ്മ, അങ്ങനെ ഒരു 4 തലമുറ പറയാൻ കാരണം ഞാൻ അവരെക്കുറിച്ചൊക്കെ പഠിച്ചു. ഇന്നേക്ക് എൻ്റെ തലമുറകൾ മുന്നോട്ട് ആദ്യത്തെ തലമുറ 4, ആ തലമുറയിൽ അവരെക്കുറിച്ച് ഞാൻ പഠിച്ചപ്പോൾ അവരൊക്കെ വളരെ കഷ്ടപ്പെട്ടവരാണെന്ന് എനിക്ക് മനസ്സിലായി. സമ്പാദിച്ചു വെച്ചു. രാജഭരണകാലമായിരുന്നു. രാജാവിൻ്റെ അധികാരികൾ വരും, അവർക്ക് ഫീസ് അടയ്ക്കണം. ഇന്നത്തെ വില്ലേജ് ഓഫീസറുടെ പൊസിഷനാണ്. വില്ലേജ് ഓഫീസറല്ല, തഹസിൽദാരേക്കാൾ കൂടിയ പൊസിഷനാണ്. രാജാവിൻ്റെ അസിസ്റ്റൻ്റാണ്. ഈ അധികാരിയാണ് തീരുമാനിക്കുന്നത് ആർക്ക് എവിടെ പതിച്ചു കൊടുക്കണം, എന്ത് വിലയ്ക്ക് കൊടുക്കണം, എങ്ങനെ കൊടുക്കണമെന്നൊക്കെ. 1 ഏക്കറോ 2 ഏക്കറോ 5 ഏക്കർ സ്ഥലങ്ങളൊക്കെ അന്ന് രാജാവിൻ്റെ അധികാരി പതിച്ചു കൊടുക്കും. അധികാരിയുടെ മുന്നിൽ ബഹുമാനത്തോടും വളരെ രീതിയിൽ നിൽക്കണം. രാജാവിൻ്റെ അടുത്തൊരു നുണ പോയി പറഞ്ഞു കൊടുത്താൽ മതി, തീർന്ന കേസ്, തല വെട്ടിയെടുത്തുകൊണ്ട് പോകും. അങ്ങനെ ഒരു കാലഘട്ടം. ആ കാലഘട്ടത്തിൽ അവരൊക്കെ വനമായി കിടന്ന സ്ഥലം, കാടായി കിടന്ന സ്ഥലം, അവർക്ക് പതിച്ചു കൊടുക്കുന്ന പാറകളായിരിക്കും, വനമായിരിക്കും. എന്നെയൊക്കെ കൃഷിയോഗ്യമാക്കി ഒരു തലമുറ അവർ കഷ്ടപ്പെട്ടു, അവരെ മക്കൾക്ക് കൊണ്ട് കൊടുത്തു. ആദ്യത്തെ തലമുറ മണ്ണായി പോയി. അവരെന്ത് ആകാംക്ഷയോടും രാത്രി ഉറങ്ങാതെയും കാവലിരുന്നും കൃഷി ചെയ്ത് സമ്പാദിച്ചതായിരിക്കും. ഒന്ന് ചിന്തിച്ച് നോക്ക്. അവർക്ക് അനുഭവിക്കാൻ കഴിഞ്ഞോ? ഇല്ല. നമ്മുടെ കാര്യമെടുക്ക്. നമ്മൾ സമ്പാദിക്കുന്നു. നമ്മൾ എന്തെല്ലാം സ്വപ്നങ്ങൾ കണ്ടാണ് പറഞ്ഞ് ചെയ്യുന്നത്. ടെൻഷൻ അനുഭവിക്കുന്നു, കടം വാങ്ങിക്കുന്നു, ലോൺ എടുക്കുന്നു. അതെല്ലാം ലോണിൻ്റെ ആൾക്കാർ ഗ്രൂപ്പായിട്ട് വരുമ്പോൾ നമ്മൾ ഇത് ഇറക്കുന്നു. ആ ഒരു സ്റ്റേജ് നമുക്ക് ഉണ്ടാകാറില്ലേ? ഉണ്ടായിട്ടുള്ളവരില്ലേ? ഒന്നാലോചിച്ച് നോക്കി. അത്രത്തോളം നമ്മൾ കഷ്ടപ്പെട്ട് സമ്പാദിച്ചു വയ്ക്കുന്നു. നമ്മൾ മോഹിച്ച് ആഗ്രഹിച്ച് നേടുന്നത് അത് ആർക്കാകുന്നു, എന്താകുന്നുവെന്ന് നമ്മൾ അറിയുന്നു ഇല്ല. നാം മണ്ണായി മാറുന്നു. നമ്മെ പിന്നെ ആരും ഓർക്കുന്നില്ല. നമുക്ക് മക്കളുണ്ടെങ്കിൽ ഒരു പക്ഷേ അവർ കുറച്ച് കാലം ഓർത്തെന്ന് വരും, വളരെ ചുരുങ്ങിയ കാലം. പിന്നെ അവരും ആ ഓർമ്മകൾ വിട്ടുപോകും. അതിന് ഉദാഹരണമാണ് നമ്മുടെ പൂർവ്വികർ. എൻ്റെ അച്ഛൻ മരിച്ചുപോയി. വളരെ കഷ്ടപ്പെട്ടിരുന്നു. സമ്പാദിക്കാനൊക്കെ അവർ വളരെ ത്യാഗം സഹിച്ചിരുന്നു. ഇന്ന് എവിടെയെങ്കിലും 10 സെൻറ്റ് സ്ഥലം വാങ്ങുകയാണെങ്കിൽ അന്ന് അവരുടെ സന്തോഷം കാണുമായിരുന്നു. അത് വാങ്ങുന്ന രീതിയോ വളരെ കഷ്ടപ്പെട്ടാണ് വാങ്ങുന്നത്, പൈസ തികയ്ക്കുന്നത്. വില പറഞ്ഞ് ഉറപ്പിച്ച് ആ ഡേറ്റിന് കാശ് കൊടുക്കാൻ വളരെ ത്യാഗം സഹിക്കാറുണ്ട്. അതൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. നമുക്ക് ചിന്തിച്ച് നോക്ക്. ആരെ അനുഭവിക്കുന്നു? നമ്മൾ, അല്ലെങ്കിൽ നമ്മുടെ പൂർവ്വികർ ത്യാഗവും കഷ്ടതയും അനുഭവിച്ച് സമ്പാദിക്കുന്നത് അവർക്ക് അനുഭവിക്കാൻ കഴിയുന്നില്ല. എത്ര ഉറങ്ങാത്ത രാത്രികളായിരിക്കും, എന്തെല്ലാം ടെൻഷൻ അനുഭവിച്ചായിരിക്കും അവർ ചെയ്യുന്നത്. അനുഭവിക്കാൻ അവർക്ക് കഴിയുന്നില്ല. ഇതാണ് ലോകം, ഇതാണ് മനുഷ്യൻ. ഈ മനുഷ്യൻ മാഞ്ഞു പോകും, എന്നേക്കുമായി മാഞ്ഞു പോകും. പിന്നെ ഒരിക്കലും ഈ ഭൂമി കാണുന്നില്ല. പിന്നെ ചില സങ്കല്പങ്ങൾ, അത് മതസ്ഥാപകരുടെ സൃഷ്ടികൾ എന്ന് മനസ്സിലാക്കാൻ നമ്മൾ മനസ്സിലാക്കണം, ചിന്തിക്കണം. ഓരോരുത്തർ ഓരോന്നിൽ ചിന്തിക്കുന്നു, ഉറപ്പിക്കുന്നു. മതത്തിൽ വിശ്വസിക്കുന്നവർ
മതം സ്ഥാപിച്ചവർ അതിലന്ധമായി വിശ്വസിച്ച് അവർ ചെയ്യുന്നു. ഞാൻ നീട്ടിക്കൊണ്ടു പോകുന്നില്ല. ഞാൻ മറ്റൊരു വീഡിയോയിൽ ഈ മതസ്ഥാപകരുടെ ലക്ഷ്യമെന്തായിരുന്നു, അവരാരായിരുന്നു എന്നൊക്കെ ഞാൻ പറഞ്ഞു തരാം. അവരുടെ ഉദ്ദേശം എന്തായിരുന്നു? മനുഷ്യനെ നന്നാക്കുകയല്ല, അവരുടെ പേര് നിലനിർത്തുക, അവർക്ക് തോന്നിയത് അവരെ സ്ഥാപിച്ചു എന്ന് മാത്രം നാം ചിന്തിക്കുക. ഇപ്പോൾ തൽക്കാലം വിശദമായിട്ട് നിങ്ങൾ സ്വയം ചിന്തിക്കുക. ബൈ. ഓക്കെ, ബൈ. താങ്ക് യു. ടൈം ഓവർ.